റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ മൈക്രോസോഫ്റ്റ് വേർഡ് ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യാം. ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേജ് ഓപ്പൺ ആയി വരും. ഇവിടെ പേജ് ലേഔട്ട് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ സൈഡിൽ കണ്ടില്ലേ മാർജിൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരോ എന്നുള്ള ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇൻസേർട്ട് എന്ന് കാണാം, ഇവിടെ അത് ക്ലിക്ക് ചെയ്യാം. അവിടെ ടേബിൾ എന്നുണ്ടല്ലേ, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇൻസേർട്ട് ടേബിൾ, ഇവിടെ ഇൻസേർട്ട് ടേബിൾ എന്ന് കാണാം, ഇൻസേർട്ട് ടേബിൾ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്പർ ഓഫ് കോളംസ് എന്നുള്ളിടത്ത് 4 കൊടുക്കാം, നമ്പർ ഓഫ് റോസ് എന്നുള്ളിടത്ത് 10, പിന്നെ ഓക്കെ കൊടുക്കാം. ഇനി ഇവിടെ കണ്ടില്ലേ, കേസറിൻ്റെ ഇവിടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, താഴേക്ക് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് സ്ക്രോൾ ചെയ്യാൻ പറ്റും. ഈ ഒരു ചിഹ്നം വന്നു കഴിഞ്ഞാൽ താഴേക്ക് സ്ക്രോൾ ചെയ്യാം, കണ്ടില്ലേ. സ്ക്രോൾ ചെയ്തിട്ട് ഇവിടെ എറൈസർ ഉണ്ടാവും, എറൈസർ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇതും ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിമൂവ് ആയി. ഇനി ഈ എറൈസറിൻ്റെ ഇത് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്ന് വന്നിട്ട് ക്ലിക്ക് ചെയ്യാം ജസ്റ്റ്. എന്നിട്ട് ഇവിടെ ഇൻവോയ്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം, ഇൻവോയ്സ്. ഇൻവോയ്സ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഹോമിൽ പോയിട്ട് സെൻറ്റർ കൊടുക്കാം. ഇവിടെ സെൻറ്റർ എന്നുള്ളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെൻറ്ററിലേക്ക് പോകും. ഓക്കെ, ഇനി ഇവിടെ മൊബൈൽ നമ്പർ കൊടുക്കാം നമുക്ക്. ഈ സൈഡിലായിട്ട് ഇവിടെ വെച്ചിട്ട് MOB എന്ന് ടൈപ്പ് ചെയ്യാം. എന്നിട്ട് മൊബൈൽ നമ്പർ കൊടുക്കാം. അപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ ചുമ്മാ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ സൈഡിൽ വന്നിട്ട് സ്പേസ് ബാർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻഡിലേക്ക് പോകും. ഇവിടെ അതിൻ്റെ താഴെയായിട്ടാണ് സെൻറ്റർ വരിക. അപ്പോൾ അത് നോക്കിയാൽ മതി, ജസ്റ്റ് ഇതിൻ്റെ താഴെയായിട്ട്. അത് കഴിഞ്ഞാൽ ഈ സെൻറ്ററിൽ വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാവുന്നതാണ്. ഏകദേശം ഓക്കെയാണ്. പിന്നെ കുറച്ചും കൂടി എൻഡിലേക്ക് കൊണ്ടുപോകാം. ഓക്കെ, കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഇത് ഈ എൻഡിൽ വന്നിട്ട് എൻ്റർ കൊടുക്കാം. എന്നിട്ട് നിങ്ങളുടെ ഫേമിൻ്റെ പേര് കൊടുക്കാം. അവിടെ ജസ്റ്റ് നമ്മുടെ ചാനലിൻ്റെ പേര് കൊടുക്കുന്നുണ്ട്, P4. P4 ബിസിനസ്. ഇവിടെ നമുക്ക് അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് കണ്ണൂർ റോഡ്, കാലിക്കറ്റ് എന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു സെയിൽസ് സർവീസ്, എന്ത് സെയിൽസ് ആണ്, എന്ത് സർവീസ് ആണെന്നുള്ളതിൻ്റെ ഒരു ജസ്റ്റ് ഒരു നോട്ടായിട്ട് ഇവിടെ കൊടുക്കാവുന്നതാണ്. നമ്മളെ ബില്ല് ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് എന്തൊക്കെ സർവീസാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്നൊക്കെയുള്ളൊരു ചെറിയ നോട്ട് പോലെ കൊടുക്കാവുന്നതാണ്. ഒരു എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഡീൽസ് ഇൻ ഓൾ ടൈപ്സ് ഓഫ് old and new
കമ്പ്യൂട്ടർ സെയിൽസ് ആൻഡ് സർവീസസ്. ഇതുപോലെ ജസ്റ്റ് നമുക്ക് നോട്ടായിട്ട് എന്തെങ്കിലും കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ കൊടുക്കാവുന്നതാണ്. ഇനി ജസ്റ്റ് ഇതിവിടെ അങ്ങനെ കഴ്സറോടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മേലോട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രാഗ് ചെയ്തിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. അതിനുശേഷം ഡിസൈനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ എറൈസർ ഉണ്ടാവും. എറൈസറിൽ പോയിട്ട് നമ്മുടെ ഇവിടെയുള്ള 2 കോളം സെലക്ട് ചെയ്യാം. ഈ 2 കോളം നമ്മൾ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് എറൈസർ ഒഴിവാക്കാം. ഇത് ഡ്രാഗ് ചെയ്ത് താഴേക്ക് വെക്കാം. ഇവിടെ നമ്മൾ നമ്പർ എന്ന് കൊടുക്കുക, അതായത് ബിൽ നമ്പർ ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ സ്പേസ് ബാർ കീ കൊടുത്തിട്ട് ഇതിന്റെ റൈറ്റ് സൈഡിൽ എത്തുന്നവരെ സ്പേസ് പ്രസ് ചെയ്തുകൊണ്ടിരിക്കാം. ഓക്കെ, അതിനുശേഷം ഇവിടെ ഡേറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഡേറ്റിനൊരു സ്പേസും. ഓക്കെ, ഇവിടെ കസ്റ്റമേഴ്സ് നെയിം കൊടുക്കാം. എന്നിട്ട് ഡോട്ട് പ്രസ് ചെയ്ത് പിടിക്കുക. ഇതിൻ്റെ എൻറ്റർ എത്തി കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്യുക. ഇനി അഡ്രസ്സിന് വേണ്ട ഒരു കോളം ആഡ് ചെയ്യാം. ജസ്റ്റ് ഡോട്ട് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് അഡ്രസ് ചെയ്താൽ അത്രയും ഒരു സ്പേസ് എത്രയാണോ വേണ്ടത് അത് വരെ നമ്മൾ ആ സ്പേസ് കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു പിൻ നമ്പറിനൊരു കൊടുക്കാം. പിന്നെ മൊബൈൽ നമ്പറിനൊരു സ്പേസ് കൊടുക്കാം. ജസ്റ്റ് ഇത്രയായി കഴിഞ്ഞാൽ ഒന്ന് താഴേക്ക് ഡ്രാഗ് ചെയ്തിട്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഹോമിൽ പോയിട്ട് ഇവിടെ കാണാം ലൈൻ സ്പേസിങ് 2 കൊടുക്കാം. എന്നിട്ട് ഇവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇവിടെ ഒരു കോളം കൂടി വേണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഡിസൈനിൽ പോയിട്ട് ഡ്രോ ടേബിൾ ക്ലിക്ക് ചെയ്യാം. നമുക്കിവിടെ ഒരു ജസ്റ്റ് ഒന്നുകൂടി ആഡ് ചെയ്തു. ഇനി അവിടെ തന്നെ പോയിട്ട് ക്ലിക്ക് ചെയ്താൽ ഇത് മാറി, കഴ്സർ മാറി നോർമലിലേക്ക് വന്നു. ഇനി ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് പാക്ക് ചെയ്ത് കൊടുക്കാം. സീരിയൽ നമ്പറിൻ്റെ കോളാണ്, ചെറുത് മതി. ഇത് പർട്ടിക്കുലേഴ്സ്
ഇവിടെ ജസ്റ്റ് സീരിയൽ നമ്പർ ഒന്ന് കൊടുക്കാം. ഇവിടെ particulars ഇവിടെ ക്വാണ്ടിറ്റി, റേറ്റ്, ഇവിടെ എമൗണ്ട്. ഇനി ഇത് മാത്രം സെലക്ട് ചെയ്യാം. ഹോമിൽ പോയിട്ട് ജസ്റ്റ് സെൻറ്റർ കൊടുക്കാം, ബോൾഡ് ആക്കാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പർട്ടിക്കുലേഴ്സിന് തൊട്ട് താഴെയുള്ള ലൈന് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യുക താഴേക്ക്, ഏറ്റവും താഴേക്ക് വരണം. ഇനി ചെയ്യേണ്ടത് ഡിസൈനിൽ പോവാം, എറേസർ എടുക്കാം, ജസ്റ്റ് ഈ ഒരെണ്ണം എറേസ് ചെയ്യാം. ശേഷം ഇവിടെ പ്രസ് ചെയ്തിട്ട് അത് എറേസ് ചെയ്യാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി, അതിൻ്റെ മുകളിൽ കൊണ്ട് വെച്ചിട്ട് എറേസ് ചെയ്യാം. അതിനുശേഷം ഈ താഴെയുള്ളത് മൊത്തം എറേസ് ചെയ്യാം. ഓക്കെ, ഇതും കൂടി എറേസ് ചെയ്യണം കേട്ടോ. ഇനി ഇവിടെ എമൗണ്ട് ഇൻ വേർഡ്സ് കൊടുക്കാം, എന്നിട്ട് ഡോട്ട് പ്രസ് ചെയ്യാം. അതിനുശേഷം ജസ്റ്റ് ഇവിടെ ഒന്ന് സെലക്ട് ചെയ്യാം. നമ്മുടെ സ്പേസ് ഒന്ന് കറക്റ്റായി കൊടുക്കാം. വേർഡ്സ് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് കൊടുക്കാം. അതിനുശേഷം ഇവിടെ ജസ്റ്റ് ഒന്ന് താഴേക്ക് ഡ്രാഗ് ചെയ്യാം. അവിടെ നമുക്ക് ടാക്സ് റേറ്റ് എമൗണ്ടും കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. CGST എത്ര പെർസെൻറ്റേജ് ആണ് ജസ്റ്റ് മെൻഷൻ ചെയ്യാം. SGST കൊടുക്കാം. IGST ഉണ്ടെങ്കിൽ IGSTയും മെൻഷൻ ചെയ്യാം. എന്നിട്ട് ഒന്ന് സെൻട്രലാക്കി കൊടുക്കാം. സൈഡിലാണെങ്കിൽ സൈഡിൽ കൊടുക്കാം. പിന്നെ ടോട്ടലിൻ്റെ കോളാണ്. ജസ്റ്റ് ഇത് സെലക്ട് ചെയ്തിട്ട് സെൽ അലൈൻമെൻറ്റിൽ പോയിട്ട് ഇവിടെ സെൻറ്റർ അലൈൻമെൻറ്റ് കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ നോട്ട് വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. പേയ്മെൻറ്റ് ഡ്യൂ വിത്തിൻ എത്ര ഡേയ്സ് ആണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. ജസ്റ്റ് 20 days കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ താഴെ വന്നിട്ട് കസ്റ്റമർ സിഗ്നേച്ചർ ടൈപ്പ് ചെയ്യാം. എന്നിട്ട് നേരെ സ്പേസ് കൊടുത്തിട്ട് ജസ്റ്റ് ഇവിടെ എത്തിയതിന് ശേഷം ഓതറൈസ്ഡ് സിഗ്നേച്ചർ, ഇതിൻ്റെ മേലെ നമുക്ക് കമ്പനി നെയിം ഓർ ഷോപ്പ് നെയിം ഇൻസേർട്ട് ചെയ്യാം. ഇൻസേർട്ടിൽ പോയിട്ട് ഷേപ്സിൽ ജസ്റ്റ് ഒരു ഷേപ്പ് സെലക്ട് ചെയ്യാം, അത് ഇവിടെ കൊടുക്കാം. റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് ആഡ് ടെക്സ്റ്റ് കൊടുക്കാം. അപ്പോൾ ഔട്ട്ലൈൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഷേപ്പ് ഔട്ട്ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്.
ഇതിൻ്റെ അടുത്തായിട്ട് ഷേപ്പ് ഔട്ട്ലൈൻ അത് ക്ലിക്ക് ചെയ്യാം. ഇതിൻ്റെ ഇവിടെ നോ ഔട്ട്ലൈൻ കൊടുക്കാം. അപ്പോൾ ഔട്ട്ലൈന് ഒഴിവായി കിട്ടും. അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ. ജസ്റ്റ് നോക്കാം ഇതിൽ നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനൊക്കെ ഉണ്ടോ എന്നുള്ളത്. ഇവിടെ നമുക്ക് ഇൻവോയ്സ് എന്നുള്ളത് ടാക്സ് ഇൻവോയ്സ് എന്ന് കൊടുക്കാം. ഇനി നമുക്ക് ലോഗോ വേണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുവേണ്ടി ഇൻസേർട്ടിൽ ഏതെങ്കിലും ഒരു ഷേപ്പ് സെലക്ട് ചെയ്യുക. അതിവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തിട്ട് ജസ്റ്റ് ഇവിടെ വെക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും, ഷേപ്പ് ഫിൽ. അതിൽ ക്ലിക്ക് ചെയ്യുക. താഴേക്കായിട്ട് കാണാം പിക്ചർ എന്ന് പറഞ്ഞിട്ട്. ജസ്റ്റ് ഒരു പിക്ചർ സെലക്ട് ചെയ്യുന്നുണ്ട്, ഇൻസേർട്ട് കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ലോഗോ വെച്ചു എന്നേ ഉള്ളൂ. ഇനി സൈസ് കുറയ്ക്കണമെങ്കിൽ ഇവിടെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് GST രജിസ്ട്രേഷനൊക്കെ എടുത്ത ആളുകളാണെങ്കിൽ അതുകൂടി ഇവിടെ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ ഇവിടെ കസ്റ്റമർക്ക് GST രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ അവർ അതിനൊരു കോളം കൂടി ഇവിടെ കൊടുക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു.